നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒന്ന് ഭയക്കണം. ചെന്നിത്തലയെ പോലീസ് വകുപ്പും വിജിലൻസ് വകുപ്പും ഏറ്റെടുത്തിരിക്കുന്നത് വെറുതെയല്ല. മുൻപ് താക്കോൽ സ്ഥാനവും പറഞ്ഞ് കറുത്ത നായരെ ഒഴിവാക്കി വെളുത്ത നായർ ആഭ്യന്തരം ഏറ്റെടുത്ത അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇട്ടുകൊടുത്ത പണി ഈ തലമുറയിലെ മുഴുവൻ ജനവും കണ്ടതാണ്. അതാരും പെട്ടെന്ന് അങ്ങനെ മറക്കില്ല. പട്ടരെ കടിച്ച പട്ടി ചെട്ടി കടിക്കാതിരിക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്ത് തലയിൽ വെക്കാതിരിക്കുകയായിരുന്നു വി.ഡി. സതീശന് നല്ലത്. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന ബാധ്യതയും ധനകാര്യമന്ത്രി എന്ന ബാധ്യതയും ഒരുമിച്ച് കൊണ്ട് നടക്കേണ്ട ബാധ്യത മുഴുവൻ സതീശന്റെ തലയിലായി. വിഭവ സമാഹരണത്തിന് സതീശൻ ഇറങ്ങി പുറപ്പെട്ടാൽ മുഖ്യമന്ത്രിയുടെ പണി ചെയ്യാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ആഭ്യന്തരത്തിൽ നിന്നും വരുന്ന ആപ്പുകളും പൂളുകളും നോക്കാൻ തന്നെ സമയം ഏറെ വേണ്ടി വരും. ഉണ്ടുകൊണ്ടിരിക്കുന്ന നായർക്ക് ഉൾവിളി ഉണ്ടായെന്ന് പറഞ്ഞ പോലെ ചെന്നിത്തല നായർക്ക് എപ്പോഴാണ് മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം തലമുക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. സത്യപ്രതിജ്ഞയിൽ എല്ലാവരെയും സ്റ്റേജിൽ കയറ്റിയിരുത്തിയത് ഒരു ശരിയായ കാര്യമല്ലെന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ഗവർണറും നിയുക്ത മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും മാത്രം സ്റ്റേജിൽ ഇരിക്കുന്നതാണ് ഒരു ഭംഗി. സത്യപ്രതിജ്ഞ ചെയ്തവർ സ്റ്റേജിന്റെ പിറകുവശത്ത് നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഇരിക്കുന്നതാണ് കീഴ്വഴക്കവും പതിവും. ഇതിപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനം പോലെയായിപ്പോയി. പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ലാത്തവരും സ്റ്റേജിന്റെ ഭാഗമായി. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരു തടസ്സവുമായിരുന്നു. എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ നടത്താം, പക്ഷേ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു രീതി ഉണ്ടെന്ന് മാത്രം പറയും. മറ്റു പല കാര്യങ്ങളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയത് അനുകരണീയമാണ്. മുഴുവൻ മന്ത്രിമാരെയും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചതും വകുപ്പുകൾ വിഭജിച്ച് നൽകിയതും മാതൃകാപരമാണ്. പയ്യന്നൂരിൽ നിന്നുള്ള കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും സുധാകരനും ഒക്കെ, എന്തിനേറെ രമയ്ക്കും മന്ത്രിസ്ഥാനം ഇല്ലാത്ത സ്ഥിതിക്ക് സ്വതന്ത്രനായി മത്സരിച്ച കാപ്പനും മന്ത്രിസ്ഥാനം കൊടുക്കാഞ്ഞത് നന്നായി എന്നും വേണം പറയാൻ. സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര അടുത്ത മാസം 15-ാം തീയതി തുടങ്ങുമ്പോൾ അത് ഓർഡിനറി ബസ്സുകളിലേക്ക് പരിമിതപ്പെടുത്തണമായിരുന്നു. ബസ് യാത്രയ്ക്ക് കാര്യമായ പണം മുടക്കുവാനില്ലാത്ത സാധാരണക്കാരായ സ്ത്രീകൾ കുറച്ച് പണം കൂട്ടിവെക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണല്ലോ ഇത്. KSRTCയുടെ മുഴുവൻ വാഹനങ്ങളിലും ഇത് പ്രാവർത്തികമായാൽ ആ പ്രസ്ഥാനം കൂട്ടിക്കെട്ടേണ്ടി വരും. അതേസമയം ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നതോടുകൂടി സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് കൈക്കാശ് മുടക്കാതെ യാത്ര ചെയ്ത് തൊഴിലിടങ്ങളിൽ എത്തുവാൻ സാധിക്കും. ഒരു വലിയ കാര്യം തന്നെയാണ്, ഒരു അനുഗ്രഹവുമാണ്. KSRTCക്ക് സമാന്തരമായി സ്വകാര്യ വാഹനങ്ങളുടെ ഒരു വലിയ നിരയുണ്ടെന്ന കാര്യം സർക്കാർ മറക്കരുത്. വലിയ തുക ടാക്സ് അടച്ച് നടത്തിക്കൊണ്ടു പോകുന്ന ഈ പ്രസ്ഥാനങ്ങളൊന്നും വലിയ ലാഭത്തിലല്ല ഓടുന്നത്. കേരളത്തിൽ ഒരു സാധ്യത തുറന്നു തന്നാൽ കോടീശ്വരന്റെ മക്കളും സൗജന്യം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. പണം കൈവശമില്ലാത്തവർക്കും കുറവുള്ളവർക്കും വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. ആശാ വർക്കേഴ്സിന് താൽക്കാലികമായി 3000 രൂപ വീതം കൂട്ടിക്കൊടുത്തത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ്. സമൂഹത്തിന് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാ വർക്കേഴ്സ്. അവരെ സമൂഹത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത്, അവർക്ക് സമൂഹ മധ്യത്തിൽ ബഹുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടതും പൊതുജനങ്ങളുടെ മൊത്തം ഉത്തരവാദിത്തമാണ്. താഴെത്തട്ടിലുള്ള പല കണക്കുകളും സ്വരൂപിക്കുന്നത് ഇവരാണ്. ഓരോ പ്രദേശങ്ങളിലെയും ചലനങ്ങൾ നിരീക്ഷിക്കുന്നവരും അത് കൈവെള്ളയിൽ സൂക്ഷിക്കുന്നവരുമാണ് ഇവർ. അവരെ സമൂഹം മറന്നുപോകാൻ പാടില്ലാത്തതാണ്. ഓഫീസുകളിൽ ഫാനിന്റെയും AC യുടെയും ശീതള ഛായയിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. വലിയ ശമ്പളം കൈനീട്ടി വാങ്ങുന്ന അവർക്ക് ഇവരോട് ദയ കാണിക്കേണ്ട ആവശ്യവുമില്ല. നഴ്സുമാരെയും പോലീസുകാരെയുമാണ് ഇതേപോലെ കരുതൽ നൽകി കാത്തു സൂക്ഷിക്കേണ്ട മറ്റൊരു വിഭാഗം. എന്തെല്ലാം കുറ്റം പറഞ്ഞാലും പോലീസുകാർ രാപകൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഓടി നടക്കുന്നത് കൊണ്ടാണ് സമാധാനപരമായി നമ്മളെല്ലാം വീട്ടിൽ കിടന്നുറങ്ങുന്നത്. ഭൂമിയിലെ മാലാഖമാരായ നഴ്സുമാരുടെ കാര്യവും പറ്റുന്നല്ല. നഴ്സുമാർ മാത്രമല്ല, ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന മറ്റു മുഴുവൻ പേരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. സർക്കാർ ആദ്യം കൈവയ്ക്കേണ്ട മേഖല സർക്കാർ ആശുപത്രികൾ തന്നെയാണ്. ഉത്തരവാദിത്തമുള്ള ആശുപത്രി വികസന സമിതികൾ രൂപീകരിച്ച് ഓരോ സർക്കാർ ആശുപത്രികളും വൃത്തിയായി സൂക്ഷിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 50,000 കട്ടിലുകൾ മാത്രം വാങ്ങിയാൽ നിലത്ത് കിടത്തിയുള്ള ചികിത്സ നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ ആശുപത്രികൾ ശാപമോക്ഷം നേടരുതെന്ന് ആർക്കൊക്കെയോ നിർബന്ധമുള്ളതുപോലെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തോന്നിയിട്ടുള്ളത്. അതിനൊരു മാറ്റം അത് അത്യാവശ്യമാണ്.